യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക. നബിക്ക് പെണ്ണ് കെട്ടാൻ അനുവാദം കൊടുത്തത്. നബിയുടെ പെണ്ണ് കെട്ടലല്ലേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. മുഹമ്മദ് എന്ന് പറയുന്നത് അത്യുന്നതമായ പദവിയാണ്. ഏതൊരു മനുഷ്യനും എത്തിപ്പെടേണ്ട ഉന്നതമായ സ്ഥാനമാണ്. മഖാമം മഹ്മൂദയാണ് മുഹമ്മദ്. ആ മുഹമ്മദിനെ സമൂഹത്തിൽ പിച്ചി ചീന്തിക്കുകയാണ്. യുദ്ധക്കൊതിയനായി, 6 വയസ്സായ പെണ്ണുകെട്ടിയായി, അങ്ങനെ പലതും. അങ്ങനെ ഒരു മുഹമ്മദൊന്നുമില്ല. ഞാനും നിങ്ങളും ഒക്കെ എത്തിപ്പെടേണ്ട, എല്ലാ പ്രവാചകന്മാരിലൂടെയും കടന്നു പോരേണ്ട, അങ്ങനെ എത്തിപ്പെടേണ്ട ഒരു മേഖലയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പൊ നബി എന്ന് പറയുന്നത് തന്റെ അറിവ് ലോകത്തിന്റെ മുമ്പിൽ ഇംബാദ് നടത്തുന്നവൻ, അറിയിച്ചു കൊടുക്കുന്നവൻ ആരോ അവനാണ് നബി. അവർക്ക് തന്റെ കൂടെയുള്ള മനസ്സിന്റെ ആ അസുവാദുകളെ അപഗ്രഥിച്ച് കൂടെ കൂട്ടാൻ അള്ളാഹു അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന്റെ മൂല്യം നമ്മൾ വകവെച്ചു കൊടുക്കണം. അതാണ് ആത്തൈത്ത ഉജൂറഹുന്ന എന്ന് പറയുന്നത്. അവരുടെ മനസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകൾക്കും അറിവുകൾക്കും അതിന്റെ മൂല്യം നമ്മൾ വകവെച്ചു കൊടുക്കണം. അതാണ് ആത്തൈത്ത ഉജൂറഹുന്ന എന്ന് പറയുന്നത്. അല്ലാതെ കൂലി കൊടുത്ത പെണ്ണുങ്ങളെ നിനക്ക് ഞാൻ വെക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്നല്ല. ആ മലക്കത്ത് യമീനുക്ക എന്ന് പറഞ്ഞത് അതാണ്. മലക്കത്ത് യമീന് ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ സംഘർഷങ്ങൾ നടക്കും. ഊഹങ്ങളും കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഒരു വശത്ത്, നമ്മുടെ ബുദ്ധിയുടെയും ബോധത്തിന്റെയും പ്രവർത്തനങ്ങൾ ഒരു തലത്ത്. ഈ തലത്തിൽ ഏറ്റുമുട്ടൽ നടത്തി അതിൽ നിന്ന് നിർഭയമായ അറിവുകളെ ഉരുത്തിരിച്ചെടുക്കുന്ന പണിയെടുക്കുകയാണ് യമീൻ. അങ്ങനെ ഉരുത്തിരിച്ചെടുക്കുന്ന ആ അറിവുകളെയും നിനക്ക് സ്വീകരിക്കണം. അതാണ് മിൽക്കുൽ യമീൻ. അത് നിനക്ക് അമ്ന് തരും. എല്ലാ ഖൗഫുകളിൽ നിന്നും, എല്ലാ ഭീതികളിൽ നിന്നും നിനക്ക് അമ്ന് തരും. അത് അജ്ഞതയാണ് എല്ലാ ഭയങ്ങളുടെയും കാരണം. എഴുതി വെച്ച ഒരു പോയിന്റ്. അജ്ഞതയാണ് മനുഷ്യന്റെ എല്ലാ ഭീതിയുടെയും കാരണം. ഇവന്റെ ഊഹങ്ങളും കെട്ടുകഥകളോടും ധാരണകളോടുമുള്ള നിരന്തരമായ ഏറ്റുമുട്ടലിലൂടെ അവൻ അമ്നിലെത്തുന്ന പണിയാണ് മിൽക്കുൽ യമീൻ. എല്ലാ അജ്ഞതയുടെയും മൂലകാരണം അജ്ഞതയിൽ നിന്നാണ് എല്ലാ ഭയവും ഉടലെടുക്കുന്നത്. അങ്ങനെ ഈ ഊഹങ്ങളും കെട്ടുകഥകളും ധാരണകളുമായി നിന്റെ ബുദ്ധി നടത്തുന്ന നിരന്തരമായ ഏറ്റുമുട്ടലിലൂടെ നീ ഏത് വിജ്ഞാനമാണോ ആർജിക്കുന്നത് അത്തരം വിജ്ഞാനത്തെയും നിനക്ക് സ്വീകരിക്കാം. അതാണ് മിൽക്കുൽ യമീൻ. അതെങ്ങനെ മിൽക്കുൽ യമീൻ എന്ന് പറഞ്ഞാൽ, ഈ യമീൻ എന്ന് പറഞ്ഞാൽ വലത് കൈയിൽ നിന്ന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് തന്നെ വെക്കുക. വലത് കൈ ഉടമപ്പെടുത്തിയാന്നില്ലേന് അടിമ സ്ത്രീ എന്ന് എങ്ങനെ കിട്ടി അതറിയില്ല. അത് അവര് വെക്കണവർ അങ്ങനെ വെച്ചോട്ടെ. അപ്പൊ ബനാത്തി അമ്മിക്ക. ബനാത്ത് എന്ന് പറഞ്ഞാൽ ബനാത്തുൽ അഫ്കാറാണ്, നിന്റെ ചിന്തകളാണ്. നിനക്ക് ഒന്നിച്ചു വരുന്ന ചിന്തകളുണ്ടാവും, കൂട്ടമായി വരുന്ന ചിന്തകളുണ്ടാവും. ആ ചിന്തകൾ കൊണ്ട് പണിയുന്ന അറിവുകൾ ഏതൊക്കെയുണ്ടോ ഇതിനേക്കാൾ വിശാലമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്താണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അത് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അത് ഈ ആയത്തിന്റെ വിശദീകരണം. ബനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ നിർമ്മാണമാണ്. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ്. ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്നല്ല. ലൂത്ത് പറയുന്നത് അതാണ്. ഹാവുലായി ബനാത്തി ഹുന്നാത്ത് ഹെറുലക്കുന്ന. എന്റെ പെൺകുട്ടികളിതാ വളരെ പരിശുദ്ധകളാണ് അവരെ ഉപയോഗിച്ചോ നിങ്ങൾ. ഈ ആൺകുട്ടികളെ അടുത്തേക്ക് പോകണ്ടാണ്. അതല്ല പറയണേ. യൂത്ത് പറയണേ എന്റെ ഉന്നതമായ പരിശുദ്ധമായ ചിന്തകളിതാ. ആ ചിന്ത പണിയുന്ന പരിശുദ്ധമായ അറിവുകളിതാ. ആ അറിവുകളെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്നാ പറയുന്നത്. അതാ പറയണത്. ബനാത്ത് എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ 10ാം ക്ലാസ് പുസ്തകങ്ങളെ കയ്യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1ാമത്തെ പാഠം അബ്ദുൽ കലാമിന്റെ ആണ്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ അറബി. അബ്ദുൽ കലാം SLV വിട്ടിട്ട് പാർലമെന്റിലേക്ക് വന്ന ശേഷം ഇന്ദിരാഗാന്ധി അബ്ദുൽ കലാമിനോട് പറയുന്നൊരു വാക്കുണ്ട്. അർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നസ്തമിയ കേൾക്കാനാണ്. മിൻ ബനാത്തി ഷഫത്തിക്ക, നിന്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന ബനാത്തുകളെയാണ് എന്ന് പറഞ്ഞ പെൺകുട്ടികളെയാണെന്നല്ല. മിൻ ബനാത്തി ഷഫത്തിക്ക എന്ന ഇന്നിപ്പോ പഠിപ്പിക്കണം. നിങ്ങൾ ഇന്ന് ഏതെങ്കിലും വീട്ടില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 1ാമത്തെ പാഠം എടുത്തൊന്ന് വായിച്ചു നോക്കുക. അവിടെ ബനാത്തി ഷഫത്തിക്ക എന്ന് പറയുന്നുണ്ട്. അബ്ദുൽ കലാമെ, നിന്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന സുന്ദരമായ വാക്കുകളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങളിപ്പോ കൊതിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അത് ഇംഗ്ലീഷിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെ അറബീകരിച്ചിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കണം. അതാണ് ബനാത്ത്. അങ്ങനെ വെറും പെണ്ണ് എന്ന് മാത്രമല്ല അർത്ഥം എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബനാത്തുൽ ലൈലുണ്ട്, രാത്രി പെൺകുട്ടികൾ എന്നല്ല.
ആ ബനാത്തിന്റെ പ്രയോഗം നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. പെണ്ണെന്ന് മാത്രമല്ല അർത്ഥം. നിങ്ങൾ ഡിക്ഷണറിയിലോ നെറ്റിലോ എവിടെയെങ്കിലും ഒന്ന് എടുക്കുക. ബനാത്ത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ അതാണ് ബനാത്തുൽ അഫ്കാറാണ്. ലൂത്തിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ചിന്തകൾ പണിയുന്ന അറിവുകളാണ്. അതാണ് പരിശുദ്ധമായ അറിവുകളാണ്. എന്നാ ആ കൗമ ഉദ്ദേശിച്ചത് എന്താണ്? ആ കൗമ ഉദ്ദേശിച്ചത് റിജാലുകളുടെ അടുത്തേക്ക് പോകാനാണ്. അവർക്ക് അധ്വാനിക്കാൻ തയ്യാറല്ലേ? അല്ലേ? അധ്വാനിക്കാൻ തയ്യാറല്ല. എല്ലാവർക്കും എനിക്കും ഇപ്പൊ ഒരു കോട്ടിട്ടിട്ട് വക്കീലാകണം എന്നാ എന്റെ പൂതി, എനിക്കും ഒരു കോട്ടിട്ടിട്ട് ഡോക്ടർ ആകണം എന്നാ പൂതി. പക്ഷേ നിസായിലൂടെ കടന്നു വരാൻ ഞാൻ തയ്യാറല്ല. നിസായിലൂടെ കടന്നു വരാൻ തയ്യാറല്ല.